اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അളവറ്റ ദയാപരനും കാരുണ്യവാനും നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന, നാം ആവശ്യപ്പെടാതെ തന്നെ നമുക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളെയും ഭൂമിയിൽ സംവിധാനിച്ചു തന്ന ഏകനായ സൃഷ്ടാവിന്റെ നിയമനിർദ്ദേശങ്ങളെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും സന്തോഷത്തിന്റെ വേളയിലും സങ്കടമുണ്ടാകുന്ന സന്ദർഭങ്ങളിലുമൊക്കെ കാത്ത് സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കാരുണ്യവാനായ അല്ലാഹു അവന്റെ നിയമങ്ങൾ പാലിച്ചു ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, സ്വർഗാവകാശികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസികളെ, ചെറിയ അശ്രദ്ധകൾ വലിയ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാറുണ്ട്. പിന്നീട് അവയെക്കുറിച്ച് ആലോചിച്ച് നാം ദുഃഖിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യാറുമുണ്ട്. ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവില്ലായിരുന്നു, ഞാനൊരു ചെറിയ ശ്രദ്ധ കാണിച്ചിരുന്നുവെങ്കിൽ അത്തരമൊരു പ്രതിസന്ധി എന്റെ ജീവിതത്തിൽ സംഭവിക്കില്ലായിരുന്നു എന്ന് പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചുകൊണ്ട് വിലയിരുത്താറുമുണ്ട്. സാമ്പത്തിക നഷ്ടങ്ങൾ എത്രയോ അതിന് ഉദാഹരണങ്ങളാണ്. വലിയ വലിയ ഇടപാടുകളിൽ ചെന്ന് സാമ്പത്തിക നഷ്ടമുണ്ടായി അവയെ പരാജയപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥകളിലേക്ക് വരുമ്പോഴാണ് പലിശയെക്കുറിച്ചും അതിന്റെ അപകടത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൽ ഇടപെട്ടത് കൊണ്ടാണ് ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടായത്. ഇനി നോക്കുന്നെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവിധ ഒരുക്കങ്ങളും ഒരുങ്ങി നന്നായി പഠിച്ച പാഠഭാഗത്തു നിന്ന് വന്ന ചോദ്യം, പക്ഷേ അതിനത്രയും ഞാൻ നന്നായി പഠിച്ചതല്ലേ എന്ന ഒരു ധാരണയിൽ അലസമായി ആ ചോദ്യത്തെ സമീപിക്കുകയും അതിന് ഉത്തരം എഴുതുകയും ചെയ്ത് പിന്നീട് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് നന്നായി അറിയുന്ന ഉത്തരം തന്നെ തെറ്റിച്ചതായി കാണുന്നത്. അപ്പോഴാണ് ഞാൻ അപ്പൊരു ഗഫലത്തിലായതുകൊണ്ടാണ് അത് സംഭവിച്ചത്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ
ആ മാർക്ക് പോവില്ലായിരുന്നു എന്ന് പരീക്ഷാർത്ഥി ആലോചിക്കുന്നത്. ഡ്രൈവിംഗ് അതേ അവസ്ഥ തന്നെയാണ്. അല്പം ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അപകടം സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ സാധാരണ വിലയിരുത്താറുണ്ട്. ഏതായിരുന്നാലും എല്ലാത്തിലും അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്നതിൽ സംശയമൊന്നുമില്ല. അലസതയാൽ നേരം വൈകി ലക്ഷ്യസ്ഥാനത്ത് കൃത്യസമയം എത്താൻ കഴിയാതെ വന്നാൽ, സമയമുണ്ടായിരുന്നു, നേരത്തെ ഇറങ്ങാനുള്ള സൗകര്യമുണ്ടായിരുന്നു, പക്ഷേ വെറുതെ ഇരുന്ന് സമയം കഴിച്ച് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തേണ്ട സമയത്ത് എത്താൻ കഴിയാതെ പോകുമ്പോഴാണ് അതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കുന്നത്. ഇപ്രകാരം ചെറിയ അശ്രദ്ധയാൽ മഹാഭൂരിപക്ഷത്തിനും മരണാനന്തര ജീവിതത്തിലേക്ക് വിഭവങ്ങൾ ഒരുക്കുന്നിടത്ത് വലിയ നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. പരലോക ജീവിതത്തിലേക്ക് വലിയ മുതൽക്കൂട്ടായി നമുക്ക് ശേഖരിക്കാൻ പറ്റുന്ന പല കാര്യവും ചെറിയ ശ്രദ്ധയുണ്ടെങ്കിൽ അത് ലഭിക്കുമായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് അശ്രദ്ധമായി മുന്നോട്ട് പോയപ്പോൾ വലിയ നഷ്ടങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് കാണുവാൻ സാധിക്കാൻ. ഇതിൽപ്പെട്ട ഒന്നാണ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് ഒരുപക്ഷെ ഉമ്മയിൽ നിന്ന് വാപ്പയിൽ നിന്ന് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വയസ്സിൽ മനഃപ്പാഠമാക്കി നമ്മൾ ചൊല്ലാൻ തുടങ്ങിയതാണ്. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് ചൊല്ലാൻ പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്, ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളുണ്ട്, അതൊക്കെ നമ്മുടെ ശ്രദ്ധ ഇല്ലായ്മ കൊണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ പൊതുവെ ഉണ്ട് എന്നതൊരു വാസ്തവമാണ്. വിശ്വാസികൾ ഈ സൂറത്ത് ഇറങ്ങാനുള്ള ഒരു അവതരണ പശ്ചാത്തലമുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുശ്രിക്കീങ്ങൾ വന്നുകൊണ്ട് പറയാണ്, അൻസിബ് ലനാ റബ്ബക, പ്രവാചകൻ മുഹമ്മദേ നിന്റെ റബ്ബിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരണം. അൻസിബ് എന്ന് പറഞ്ഞാൽ കുടുംബ പരമ്പര പറഞ്ഞു തരണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്. അവരെ അള്ളാഹ്ക്കൊരു വിലയും കൽപ്പിക്കാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുകയാണ്. റബ്ബിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. പക്ഷേ അള്ളാഹു ആ സമയത്താണ് ഈ സൂറത്ത് ഇറക്കുന്നത്. പക്ഷേ അതിലെവിടെയും നമുക്ക് റബ്ബ് എന്ന പദം കാണാൻ സാധിക്കൂല. എന്തുകൊണ്ടാണ് അങ്ങനെ റബ്ബ് എന്ന പദമില്ലാതെ തന്നെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത്? കാരണം മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾക്ക് അവർക്ക് അള്ളാഹുവിനെ അറിയാം. അതുകൊണ്ടാണ് അള്ളാഹു എന്ന പദം വെച്ചുകൊണ്ട് റബ്ബിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ്, അള്ളാഹുവിന്റെ അടിമ എന്നാണ് പേര് നൽകിയത്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി നിയോഗിക്കുന്നതിന്റെ മുമ്പുള്ള അവസ്ഥയാണ്. ആകാശഭൂമികൾ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അവരെല്ലാവരും ഉത്തരം പറയുന്നത് ലയഖൂലുന്നല്ല, അള്ളാഹു തന്നെയാണെന്നാണ് അവരുടെ മറുപടി എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനെ അവർക്ക് നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് അവർക്ക് റബ്ബ് എന്ന അർത്ഥത്തിലല്ല. അവർ ചോദിച്ച ചോദ്യത്തിന് ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ പറഞ്ഞു കൊടുക്കണം, അവൻ ഏകനാണ്. അള്ളാഹു ഏകനാണ്. അല്ലാഹു സമദ്, അവൻ നിരാശ്രയനാണ്. എല്ലാവർക്കും അവന് ആശ്രയമുണ്ട്, എന്നാൽ ആരെയും അവൻ ആശ്രയിക്കേണ്ടതില്ല. അതാണ് അസ്വമദ് എന്ന് പറഞ്ഞാൽ. അവൻ ജനിപ്പിച്ചിട്ടില്ല, അവൻ ജനിച്ചവനുമല്ല, അവന് തുല്യനായി ആരുമില്ല എന്ന 5 മഹത്തായ സന്ദേശമാണ് ഈ സൂറത്തിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുന്നത്. തൗഹീദിന്റെ ഏകദൈവ വിശ്വാസത്തിന്റെ മർമ്മം 5 കാര്യങ്ങളിലായിട്ട് എന്ത് ചെയ്യാണ് അവർക്ക് വിശദീകരിച്ചു കൊടുക്കാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ സൂറത്ത് നമുക്ക് എല്ലാവർക്കും മനഃപ്പാഠമുണ്ട്, എല്ലാവർക്കും അറിയാം, നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലൂടെ നമുക്ക് ഒരുപാട് പുണ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിന് പ്രത്യേകമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലാൻ പറഞ്ഞ സന്ദർഭങ്ങളെ എടുത്തുകൊണ്ട് നമ്മൾ ചൊല്ലുകയും ചെയ്താൽ നമുക്ക് വലിയ കൂലി നേടാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് അതിന്റെ ഒരു പ്രത്യേകതയും ഒരു 8-9 സന്ദർഭങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ചൊല്ലാൻ പറഞ്ഞ
സന്ദർഭവുമാണ് ഇൻഷാ അല്ലാഹ് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനമായി അതിന്റെ ശ്രേഷ്ഠതയും മഹത്വവും പ്രത്യേകതയും നമ്മൾ വിലയിരുത്തുമ്പോ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് പ്രധാന ദൈവിക ഗ്രന്ഥങ്ങളിലെ ഏറ്റവും മഹത്വമേറിയ ശ്രേഷ്ഠമായ സൂറത്താണ് എന്നാണ് പഠിപ്പിക്കുന്നത്. പ്രധാന വേദഗ്രന്ഥങ്ങളെ എല്ലാം എടുത്തുകൊണ്ട് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അലാ ഉഅല്ലിമുക സൂറൻ, ഞാൻ നിനക്ക് ചില സൂറത്തുകൾ പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. മാ ഉൻസില ഫിത് തൗറാത്തി വലാ ഫിസ് സബൂരി വലാ ഫിൽ ഇൻജീലി വലാ ഫിൽ ഖുർആനി മിസ്ലുഹുന്ന, ഇതേപോലെയുള്ള സൂറത്തുകള് തൗറാത്തിലോ ഇൻജീലിലോ അല്ലെങ്കിൽ സബൂറിലോ ഖുർആനിലോ വേറെ ഇറക്കിയിട്ടില്ല. അപ്പൊ ഈ 4 ഗ്രന്ഥങ്ങളെയും പരിചയപ്പെടുത്തിയിട്ട് അതിലേറ്റവും ശ്രേഷ്ഠമായ സൂറത്തുകൾ എന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത്. ലാ യഅ്തിയന്ന അലൈക ലൈലത്തുൻ ഇല്ലാ ഖറഅതുഹുന്ന ഫീഹ, ഇത് പാരായണം ചെയ്യാത്ത ഒരു രാത്രിയും നിന്നിലേക്ക് വരാൻ പാടില്ല. അഥവാ എല്ലാ രാത്രിയും ഇത് പാരായണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 സൂറത്ത് പഠിപ്പിക്കുന്നത്. ഒന്ന് സൂറത്തുൽ ഇഖ്ലാസ് ആണ്, സൂറത്തുൽ ഫലഖ് ആണ്, സൂറത്തുൻ നാസ് ആണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത, അതിൽ സൂറത്തുൽ ഇഖ്ലാസ് ഉണ്ട്. പ്രധാന ദൈവിക ഗ്രന്ഥങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്തുകളിൽ ഒന്നാണ് ഈ സൂറത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്താണ്? ഇതിന്റെ ഖുർആനിന്റെ 1/3 എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, അയഅജിസു അഹദുക്കും അൻ യഖറഅ ഫീ ലൈലത്തിൻ സുലുസൽ ഖുർആൻ, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു രാത്രിയിൽ വിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗം വായിക്കുന്നതിൽ വല്ല പ്രയാസവും ഉണ്ടോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. ഖുർആനിന്റെ 3 ഭാഗത്തിൽ 1 അഥവാ 10 ജുസ്ഇന് സമാനമായതാണ് അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഖാലു, അവർ പറയണേ, സ്വഹാബികൾ പറയണേ, കൈഫ യഖറഉ, അള്ളാന്റെ റസൂലെ എങ്ങനെയാണ് ഞങ്ങൾ പാരായണം ചെയ്യുക സുൽസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 ഒരൊറ്റ രാത്രി കൊണ്ട്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അഥവാ സൂറത്തുൽ ഇഖ്ലാസ് യഅദിലു സുൽസുൽ ഖുർആൻ, അത് ഖുർആനിന്റെ 1/3 സമാനമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 811 ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കാനും. വീണ്ടും അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല ജസ്സഅൽ ഖുർആന 3 അജ്സായിൻ, ഖുർആനിനെ 3 ഭാഗങ്ങളാക്കി അല്ലാഹു. ഫജഅല ഖുൽ ഹുവല്ലാഹു അഹദ് ജുസ്അൻ മിൻ അജ്സാഇൽ ഖുർആൻ, അതിലെ സൂറത്തുൽ ഇഖ്ലാസിനെ അല്ലാഹു ആ ഖുർആനിന്റെ ഭാഗങ്ങളിൽപ്പെട്ട 3 ഭാഗങ്ങളിൽപ്പെട്ട ഒരു ഭാഗമാക്കി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നോക്കും നിങ്ങൾ, ഇസ്ലാമിലെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കമുള്ളത്. ഒന്ന് ഏകദൈവ വിശ്വാസമാണ്, രണ്ടാമത്തത് പരലോക ചിന്തയാണ്, മൂന്നാമത്തത് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. നന്മയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാവാം, അതേപോലെ തന്നെ തിന്മയെക്കുറിച്ചുള്ള താക്കീതുകളാവാം. ഇതാണ് വിശുദ്ധ ഖുർആനിന്റെ ഭാഗം. അതിൽ ഒന്നാമത്തെ ഭാഗം സമ്പൂർണമായി നിലകൊള്ളുന്ന അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ഖുർആനിന്റെ 1/3 എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇനി നോക്കുന്നെങ്കിൽ മൂന്നാമത്തതിന്റെ ഒരു പ്രത്യേകത എന്താണോ? അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ സൈനിക നായകനാക്കി നിയോഗിക്കുകയാണ്. അദ്ദേഹം ഇമാമ് നിൽക്കുമ്പോ ഏത് സൂറത്ത് ഓതിയാലും എന്ത് ചെയ്യും? ആ നിസ്കാരത്തിൽ എന്ത് ചെയ്യും? അദ്ദേഹം അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ വന്ന് പരാതി പറയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്, എന്തുകൊണ്ടാണ് അത് അയാൾ അപ്രകാരം ചെയ്യുന്നത് എന്ന് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുമെന്ന്. ഫസഅലൂഹു, അപ്പോൾ അദ്ദേഹത്തോട് അവർ ചോദിച്ചു. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലിഅന്നഹാ സിഫത്തുർ റഹ്മാൻ, അത് പരമകാരുണ്യകന്റെ വിശേഷണങ്ങളാണ്, അള്ളാഹുവിനെ വിശേഷിപ്പിക്കാണ്. അതുകൊണ്ട് അത് പാരായണം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം എന്താണോ? എങ്കിൽ അഖ്ബിറുഹു, അദ്ദേഹത്തെ നിങ്ങൾ അറിയിക്കണം,
അന്നല്ലാഹു യുഹിബ്ബുഹു, അല്ലാഹു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്ന്. അപ്പൊ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 813 ഹദീസിൽ രേഖപ്പെടുത്തുന്നത്. അപ്പൊ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണ്? സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, വീട്ടിൽ നിന്ന് ഒന്നുകൊടുത്ത് ഖുബാ പള്ളിയിൽ പോയി നിസ്കാരം നിർവഹിച്ചാൽ ഒരു ഉംറയുടെ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലേ? എങ്കിൽ ആ ഖുബാ പള്ളിയിൽ ഇമാമ് നിൽക്കുന്ന അൻസാരിയായ ഒരു സ്വഹാബി ഏത് സൂറത്ത് ഓതുമ്പോഴും, നിസ്കാരത്തിൽ ഏത് സൂറത്ത് പാരായണം ചെയ്യുമ്പോഴും അതിന്റെ തുടക്കത്തിൽ എന്ത് ചെയ്യും? സൂറത്തുൽ ഇഖ്ലാസ് അദ്ദേഹം പാരായണം ചെയ്യും. അതിനുശേഷമാണ് പിന്നീട് മറ്റു സൂറത്തുകൾ പാരായണം ചെയ്യുക. സ്വഹാബികൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല? അതിനെ ഉപേക്ഷിക്കാൻ സന്നദ്ധമാകുന്നില്ല. ഞാൻ നേതൃത്വം നൽകുമെങ്കിൽ ഞാൻ ഇത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പാരായണ മികവും അദ്ദേഹത്തിന്റെ ശ്രദ്ധയുമൊക്കെ അദ്ദേഹത്തെ ഇമാമ് നിർത്തുന്നതിൽ നിന്ന് മാറ്റി നിർത്താൻ മറ്റുള്ളവർക്ക് താല്പര്യവുമില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ എന്താണ് ഈ പരാതി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ അദ്ദേഹത്തോട്, യാ ഫുലാൻ മാ യംനഉക, ഏ മനുഷ്യ, എന്താണ് താങ്കളെ തടയുന്നത്? താങ്കളുടെ അനുയായികൾ താങ്കളോട് കൽപ്പിക്കുന്ന കാര്യം പ്രവർത്തിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ആ പ്രവർത്തിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ താങ്കൾക്ക് എന്താണോ തടസ്സം? എല്ലാ റക്അത്തിലും ഈ സൂറത്ത് നിർബന്ധമായും തന്നെ ഓതുവാൻ താങ്കളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ആ സഹാബി പറഞ്ഞു കൊടുക്കാണ്, അൻസാരി പറഞ്ഞു കൊടുക്കാണ്, ഇന്നി ഉഹിബ്ബുഹ, ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞത് എന്താണ്? ഹുബ്ബുക ഇയ്യാഹ, അതിനോടുള്ള നിന്റെ ഇഷ്ടമുണ്ടല്ലോ, അദ്ഖലകൽ ജന്ന, അത് നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ്. നാലാമത്തെ ഗുണം പ്രിയപ്പെട്ടവര്, സ്വർഗത്തിലേക്ക് പോവാനുള്ള ഏറ്റവും നല്ല ഒരു ഉപാധിയായിട്ടാണ് ഈ സൂറത്തിനെ ഇഷ്ടപ്പെടലും അതിന്റെ പാരായണവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു വാചകം നോക്കൂ നിങ്ങൾ, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ്, ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുകയാണ്, ഹത്താ തഖ്തിമഹ 10 മർറാത്തിന്, 10 പ്രാവശ്യം അത് അവസാനിക്കുന്നത് വരെ പാരായണം ചെയ്താൽ, അഥവാ സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ 10 പ്രാവശ്യം പാരായണം ചെയ്താൽ, ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗ്ഗത്തിൽ ഒരു വലിയ കൊട്ടാരം നിർമ്മിച്ചു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ അതിലെ പറഞ്ഞ തൗഹീദിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ആശയങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഏകനായ സത്താവിന്റെ മുമ്പിൽ ആരാധനാ കർമ്മങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവനിൽ പങ്കു ചേർക്കാതെ ആരാണോ ഈ കാലം ആ സൂറത്ത് 10 പ്രാവശ്യം പാരായണം ചെയ്യുന്നത്, അവൻ അല്ലാഹു സ്വർഗത്തിൽ ഒരു ഖസർ എന്ന കൊട്ടാരം, വലിയ വീടിനാണ് എന്ത് പറയുന്നത്, അള്ളാഹു നിർമ്മിച്ചു കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഈ സൂറത്ത് 10 പ്രാവശ്യം പാരായണം ചെയ്യാന്, ദിനേന പാരായണം ചെയ്യാൻ നമുക്ക് ആകെ ചെലവുള്ളത് ഏറി വന്നാൽ 8 അല്ലെങ്കിൽ മാക്സിമം 10 മിനിറ്റ് മാത്രമാണ് ഇത് പാരായണം ചെയ്യാൻ നമുക്ക് സമയം ആവശ്യമുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. 5ാമത്തെ കാര്യമാണ്, ഈ വാചകങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന പാപമോചനം നൽകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പള്ളിയിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ ഒരാള് അദ്ദേഹത്തിന്റെ നമസ്കാരം നിർവഹിക്കുകയാണ്. അദ്ദേഹം തശഹുദിലാണ്. അദ്ദേഹം പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹുൽ അഹദുസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഐ അൻ തഗ്ഫിറ ലി ദുനൂബി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് കേൾക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ സന്ദർഭത്തിൽ പറഞ്ഞതെന്നോ, ഖദ് ഗഫറ ലഹു 3 പ്രാവശ്യമാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിരിക്കുന്നു, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള ഉപാധിയായിട്ട് ഈ സൂറത്ത് ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തരികയാണ്.
ഏഴാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ, ഏറ്റവും മഹത്വമേറിയ സൂറത്താണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിക്കണം, യാ റസൂലല്ലാഹ് അയ്യു സൂറത്തിൽ ഖുർആനി അഅലം, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് ഏതാണ്? അള്ളാന്റെ പ്രവാചകന്റെ മറുപടി എന്താണ്? ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാണ്, അഥവാ സൂറത്തുൽ ഇഖ്ലാസ് ആണ്. ഈ സൂറത്തിന്റെ 7 പ്രത്യേകതകളാണ് പ്രിയപ്പെട്ടവരെ സൂചിപ്പിച്ചത്. പ്രധാന ദൈവിക ഗ്രന്ഥങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്താണ്. ഖുർആനിലെ 1/3 അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്നതാണ്. സ്വർഗത്തിൽ കൊട്ടാരം നിർമ്മിച്ചു തരാൻ കാരണമായി തീരുന്നതാണ്. ഈ വാചകങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന പാപമോചനം നൽകുന്നതാണ്. ഏറ്റവും മഹത്വമേറിയ സൂറത്താണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ മഹത്വം ഉൾക്കൊണ്ട് മനസ്സിലാക്കി ഈ സൂറത്തിനെ സമീപിക്കാൻ നമുക്ക് കഴിയണം. സർവശക്തനായ അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന 7 നേട്ടങ്ങളാണ് സൂചിപ്പിച്ചത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യൽ സുന്നത്താക്കിയ ചില സന്ദർഭങ്ങളെ ഓർമ്മപ്പെടുത്തണം. നമ്മൾ ഈ സന്ദർഭങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട്. ആ പോകുന്നിടത്ത് നമ്മൾ ചെറിയ ശ്രദ്ധ ഉണ്ടായാല് ഈ നേട്ടങ്ങളൊക്കെ നമ്മൾ കിട്ടും. അതിലൊന്ന്, സുബഹി ബാങ്ക് കൊടുത്താൽ സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നമ്മൾ നിർവഹിക്കുന്നു. എല്ലാവരും നിർവഹിക്കും. ആ നിർവഹിക്കുന്നതില് 1ാമത്തെ റക്അത്തില് കുല്ലി അയ്യുൽ കാഫിറൂനും 2ാമത്തെ റക്അത്തില് നമ്മൾ സൂറത്തുൽ ഇഖ്ലാസുമാണ് പാരായണം ചെയ്യേണ്ടത്. അപ്പോ 1ാമത്തെ സന്ദർഭം ഓർത്തു വെക്കുക. സുബഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിൽ നമ്മൾ പാരായണം ചെയ്യേണ്ടത്. അതിൽ 2ാമത്തെ റക്അത്തില് പാരായണം ചെയ്യേണ്ടതാണ്. ഇതൊക്കെ ഈ പറയുന്ന സുന്നത്ത് നിസ്കാരത്തിലേക്ക് 1ാമത്തെ റക്അത്തില് ഖുൽ യാ അയ്യുൽ കാഫിറൂനും 2ാമത്തെ റക്അത്തില് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 726ാമത്തെ ഹദീസിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2ാമത്തത് മഗ്രിബ് നമസ്കാരത്തിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. നമ്മളെല്ലാവരും നിസ്കരിക്കുന്ന മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാല് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും, മഗ്രിബിന്റെ സുന്നത്ത്. ആ മഗ്രിബിന്റെ സുന്നത്തില് നമ്മള് 1ാമത്തേതിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂനും 2ാമത്തേതിൽ നമ്മൾ സൂറത്തുൽ ഇഖ്ലാസുമാണ് പാരായണം ചെയ്യേണ്ടത്. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന 431ാമത്തെ ഹദീസിൽ അത് നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. 3ാമത്തെ ഒരു സന്ദർഭം നമുക്കറിയാം, രാത്രി നമസ്കാരം, തഹജ്ജുദ്, വിത്ർ, ഖിയാമുൽ ലൈൽ എന്നൊക്കെ നമ്മൾ പറയല്ലോ അല്ലെ. അപ്പൊ അതിന് വിത്റില് അവസാനം നമ്മൾ ഒറ്റയാക്കുമ്പോ അവസാനത്തെ 3 റക്അത്തില് നമ്മൾ ഒന്നിൽ സബ്ബിസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറത്ത്, 2ാമത്തേതിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ, 3ാമത്തേതില് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പൊ വിത്റിലെ അവസാന റക്അത്തില് നമ്മൾ പാരായണം ചെയ്യേണ്ടത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന 462ാമത്തെ ഹദീസിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്ന ആളുകള് ത്വവാഫ് ചെയ്യും അല്ലെ. 7 പ്രാവശ്യമാണ് ത്വവാഫ് ചെയ്യുക. ആ ത്വവാഫ്, അതിനെ വട്ടം ചുറ്റുന്നതോടുകൂടി ത്വവാഫ് പൂർത്തിയാകൂല. 7ാമത്തെ പ്രാവശ്യം നമ്മൾ ഹജറുൽ അസ്വദിന്റെ അടുത്ത് വന്ന് മഖാമ ഇബ്രാഹിമിലേക്ക് നടന്നു പോകുമ്പോൾ വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല എന്ന ആയത്തിലെ ആ കഷ്ണം നമ്മൾ പാരായണം ചെയ്തുകൊണ്ട് മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നുകൊണ്ട്, മഖാമു ഇബ്രാഹിം നടുവിലാണ്, അതിന്റെ ഇപ്പുറത്താണ് കഅബ, അവിടെ നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിക്കണം. ത്വവാഫിന്റെ സുന്നത്ത് എന്നാണ് അതിന് പറയാ. ആ 2 റക്അത്ത് നമസ്കാരം കൂടി നിർവഹിക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം ത്വവാഫ് ചെയ്യുന്നത്. ത്വവാഫ് എന്നത് പൂർത്തിയാകും. 7 റൗണ്ട് നടന്ന് ആ 2 റക്അത്ത് സുന്നത്ത് കൂടി പൂർത്തിയാകുമ്പോഴാണ് ത്വവാഫ് സമ്പൂർണമാകുന്നത്. ആ 2 റക്അത്ത് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാൻ പറഞ്ഞത് 1ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂനും 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുമാണ്.
ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 1218 ഹദീസിൽ അത് നമുക്ക് വായിക്കാനും സാധിക്കും. പിന്നെ നമ്മൾ പാരായണം ചെയ്യേണ്ട സന്ദർഭം എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യണം? നമ്മള് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഉള്ള ദിക്റൊക്കെ ചൊല്ലുന്നുണ്ടല്ലോ അല്ലേ? അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ആയത്തുൽ കുർസി നമ്മൾ ചൊല്ലണം. അതേപോലെ തന്നെ 3 സൂറത്തുകൾ, ചെറിയ സൂറത്തുകൾ നമ്മൾ ചൊല്ലണം. ഏതൊക്കെ? സൂറത്തുൽ ഇഖ്ലാസ്, ഫലഖ്, നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന പ്രത്യേകമായ ഒരു കാര്യമാണ്. അതിൽ 2 നിസ്കാരത്തിന് ശേഷം നമ്മൾ 3 പ്രാവശ്യം വീതം ചൊല്ലണം. ഒന്ന് മഗ്രിബ് നമസ്കാരത്തിന് ശേഷവുമാണ്, രണ്ടാമത്തേത് സുബഹി നമസ്കാരത്തിന് ശേഷമാണ്. ബാക്കി ളുഹറിന്റെയും അസറിന്റെയും ഇശാഇന്റെയും ശേഷം ഓരോ പ്രാവശ്യമാണ് നമ്മൾ ചൊല്ലേണ്ടത്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. 6ാമത്തെ സന്ദർഭം പ്രിയപ്പെട്ടവരെ, രാവിലെയും വൈകുന്നേരവും നമുക്ക് ദിക്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചൊല്ലാൻ വേണ്ടി അദ്കാറു സ്വബാഹ്, അദ്കാറുൽ മസാഹ്. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും ഈ സൂറത്തുകൾ 3 പ്രാവശ്യം വീതം ഓതുവാൻ പറഞ്ഞത് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 6ാമത്തെ സന്ദർഭം. 7ാമത്തെ സന്ദർഭം പ്രിയപ്പെട്ടവരെ, ഉറങ്ങുന്നതിന്റെ മുമ്പ് നമ്മൾ വിരിപ്പിലേക്ക് ചെന്ന് നമ്മൾ കിടക്കാൻ ഒരുങ്ങുമ്പോ എന്തു ചെയ്യണം? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരിപ്പിലേക്ക് ചെന്നാൽ എല്ലാ രാത്രിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 കൈകൾ ഇങ്ങനെ ചേർത്ത് വെക്കും. എന്നിട്ട് സുമ്മ നഫസ ഫീഹിമ, ആ 2 കൈയിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഊതും. ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈയിലേക്ക് ഇങ്ങനെ ഊതും. എന്നിട്ട് ഫഖറഅ ഫീഹിമ, അവ എന്ത് ചെയ്യും? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 സൂറത്തുകൾ എന്ത് ചെയ്യും? പാരായണം ചെയ്യും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു ബിഹിമാ മസ്തതാഅ മിൻ ജസദിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിലെ റസൂലിന് എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം റസൂൽ അതുകൊണ്ട് തടവും. യബ്ദഉ ബിഹിമ, അവ 2 കൊണ്ടും ആരംഭിക്കും. അലാ റഇസിഹി, തലയിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങുന്നത്. എന്നിട്ട് മുഖത്ത് എന്ത് ചെയ്യും? മുഖം എന്ത് ചെയ്യും? അങ്ങനെ തുടർന്ന് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടവും. ഇത് 3 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചിരുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. 7ാമത്തെ സന്ദർഭമാണ്. ഒരൊറ്റ സന്ദർഭം കൂടി ചേർത്ത് വായിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്താനും, നമുക്ക് രോഗം ബാധിച്ചാല്, വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാല് നമുക്ക് എന്ത് ചെയ്യാം? ഈ സൂറത്ത് പാരായണം ചെയ്തുകൊണ്ട് ശരീരത്തിൽ തടവാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയണേ, ഇദസ്തക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗമായാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗമായാൽ യഖറഉ അലാ നഫ്സിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി പാരായണം ചെയ്യും, സ്വന്തത്തിന് വേണ്ടി പാരായണം ചെയ്യും. ബിൽ മുഅവ്വിദാത്ത്, മുഅവ്വിദാത്തുകൾ. മുഅവ്വിദതൈനി എന്ന് പറഞ്ഞാൽ 2 സൂറത്താണ്, സൂറത്തുൽ ഫലഖും നാസും. മുഅവ്വിദാത്ത് എന്ന് പറഞ്ഞാൽ 3 സൂറത്തുകളാണ്. ആ 3 സൂറത്തുകൾ പ്രവാചകൻ എന്ത് ചെയ്യും? പാരായണം ചെയ്യും. എന്നിട്ട് ഫയൻഫുസു ഫലമസ്തദ്ദ വജഅഹു, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ ശരീരത്തിൽ തടവും. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫലമസ്തദ്ദ വജഅഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം കഠിനമായപ്പോൾ കുൻതു അഖറഉ അലൈഹി, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഓതിക്കൊടുക്കും. എന്നിട്ട് വഅംസഹു അൻഹു ബിയദിഹി റജാഅ ബറകതിഹ, റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട്, റസൂലിന്റെ കൈ കൊണ്ട് തന്നെ റസൂലിന്റെ ശരീരത്തിൽ ഞാൻ തടവും, അതിന്റെ ബറക്കത്തിന് വേണ്ടി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയും നമ്മുടെ ഉമ്മയുമായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി ഇമാം മുസ്ലിം 2182 ഹദീസിൽ പറഞ്ഞത്. അപ്പൊ ആ സന്ദർഭങ്ങൾ ഓർത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. 8 സന്ദർഭങ്ങളാണ് പറഞ്ഞത്. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്, മഗ്രിബ് നമസ്കാരത്തിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത്, വിത്ർ നമസ്കാരത്തിന്റെ അവസാനത്തില്, അതേപോലെ തന്നെ തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് നമസ്കാരത്തിലെ എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം അതിൽ മഗ്രിബിന്റെയും സുബഹിയുടെയും പ്രത്യേകമായി ശ്രദ്ധിക്കുക. രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളിൽ 3 പ്രാവശ്യം ഉറങ്ങുന്നതിന്റെ മുമ്പ് നമ്മളത് ചെല്ലുക. നമുക്ക് വല്ല വേദനയോ വിഷമൊക്കെ ഉണ്ടാകുമ്പോ ഇത് ഓതിയിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ശരീരത്തിൽ തടവുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു സൂറത്തിന്റെ
നേട്ടവും അതിലൂടെ നമുക്ക് കിട്ടുന്ന എല്ലാ പദവിയും അള്ളാഹു നമുക്ക് നൽകും. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, പരിശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ചേർത്തൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താണ്, തൗഫീഖും ആരോഗ്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിന്ന് മരിച്ചുപോയ ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ രോഗികളാണ്, അവർക്കെല്ലാം അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന വിശ്വാസികൾക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.